വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സോൾട്ട് ആൻഡ് പേപ്പർ. ഇന്ന് ഞാൻ നിങ്ങളെ നല്ല മനോഹരമായ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എംബ്രോയിഡറിയാണ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഉടുപ്പേലോ എവിടെ വേണേലും ചെയ്തെടുക്കാവുന്ന ഒരു എംബ്രോയിഡറി കേട്ടോ. നോക്കിക്കേ, ഇത് ഞാൻ 2-3 കളറാണ് ഉപയോഗിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ ഉപയോഗിക്കാം. നോക്കിക്കേ, ലൈറ്റ് പിങ്ക്, ഇച്ചിരി ഡാർക്ക് പിങ്ക്, റെഡ് ആൻഡ് ദെൻ ഗ്രീന്. ഞാൻ ജസ്റ്റ് ഒരു നിങ്ങൾക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി ചെയ്തതേ ഉള്ളൂ. ഇത് ജസ്റ്റ് വൂളാണ് കേട്ടോ, ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഉപയോഗിക്കുന്നതേ ഉള്ളൂ. എൻ്റെ കയ്യിൽ കറക്റ്റ് ഗ്രീൻ ഇല്ലാഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ഗ്രീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതിന് ആദ്യമായിട്ട് ഞാൻ ആ കടുത്ത കളറിലെ പിങ്ക് ഞാനിങ്ങനെ എടുത്തു. നിങ്ങളുടെ ഇഷ്ടത്തിനുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ഫ്രഞ്ച് നോട്ടാണ് കേട്ടോ. നോക്കിക്കോളൂ, ഇത് ചെയ്തു വരാം അല്ലേ. ഇതാ ഞാൻ ഫ്രഞ്ച് നോട്ട് ഇടുന്നത് എങ്ങനെയാണെന്ന് പ്രത്യേകം നിങ്ങളെ കാണിച്ചു തരേണ്ട കാര്യമില്ല. ഞാൻ 3 പ്രാവശ്യം ട്വിസ്റ്റ് എടുത്തിട്ടുണ്ട്. കാരണം എനിക്ക് ഇത് മിഡിൽ നിൽക്കുന്ന രീതിയിലാണ് ഞാനിതിനെ ചെയ്തെടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണേ. ഇതാ കണ്ടോ, ഒരാളായിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരാളെ ഇവിടെ ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, കണ്ടോ, 2ആയി. ഒന്നുകൂടെ കാണിക്കാം. വളരെ എളുപ്പമാണ്. നോട്ട് തന്നെ ഇട്ടുകൊണ്ട് നമുക്ക് ഒരുപാട് വർക്കുകൾ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. കണ്ടോ, ഇപ്പം ഞാൻ 4 ഫ്രഞ്ച് നോട്ടാണ് ഇട്ടേക്കുന്നത്. ഇനി ബാക്കി എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചുവട്ടിൽ നിന്നും, ഇത് കണ്ടോ, ചുവട്ടിൽ നിന്നും സൂചി ഇതുപോലെ പൊക്കിയെടുക്കണം. ഓക്കെ, ഇങ്ങനെ പൊക്കിയെടുക്കണം. എന്നിട്ട് നമ്മളിത് ഇതുപോലെ തയ്ച്ചു കൊടുക്കുക. കണ്ടോ കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ നീട്ടി ഒന്ന് തയ്ച്ചു കൊടുക്കണം കേട്ടോ. ശേഷം വീണ്ടും ഇതിന് ചുറ്റും ഇതുപോലെ തയ്ച്ചു കൊടുക്കാം. ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നമ്മൾ സൂചി ഒരിടത്തുനിന്ന് ഇങ്ങനെ പൊക്കും. കണ്ടോ, എന്നിട്ട് ഈ സൂചി നിങ്ങൾ തിരിച്ചു വെച്ചോണം. ഇതുപോലെ തിരിച്ചു വെക്കുക. കണ്ടോ, നമ്മളിതിന് ഓരോന്നിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ കയറ്റാൻ പോവാണ്. ഒന്നിടവിട്ട് നമ്മൾ ഇത് കണ്ടോ, ഒന്നിടവിട്ട് നമ്മളിങ്ങനെ കയറ്റി ഇറക്കും. കണ്ടോ, വീണ്ടും നമ്മൾ ഇതിനെ ലീവ് ചെയ്തിട്ട് അടുത്ത ഇതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ ഇതുപോലെ കയറ്റിയെടുക്കും. കണ്ടോ, നമ്മൾ തന്നെ എടുക്കും അടുത്തത്. കണ്ടോ, ഒന്നിടവിട്ട് നമ്മളിതിങ്ങനെ കയറ്റും. സൂചി തിരിച്ചു വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് കയറ്റി ഇറക്കാൻ വേണ്ടിയാണ്. അല്ലാന്നുണ്ടെങ്കിലുണ്ടല്ലോ ഉടക്കം കയറി, ഇത് ഷാർപ്നെസ് കാരണം. കണ്ടോ, ഒന്നിടവിട്ട് നമ്മളിങ്ങനെ കയറ്റിയെടുക്കുക. മനസ്സിലാവുന്നുണ്ടല്ലോ, വളരെ എളുപ്പമല്ലേ. മുഴുവൻ ചെയ്ത് വരുമ്പോൾ ഇപ്പോൾ ഒരുമാതിരി എന്തോ കാണിക്കുക എന്നുള്ള രീതി നമുക്ക് തോന്നും. പക്ഷെ ഇത് മുഴുവൻ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. കണ്ടോ, അപ്പോൾ നമുക്കൊരു ഫ്ലവർ പോലെ ഇതാവാൻ പോവാണ്. നല്ല ഭംഗിയുള്ളൊരു റോസ് ഫ്ലവർ പോലെ നമുക്ക് തോന്നും. നല്ല രസമാണ് കാണാൻ. അപ്പം നിങ്ങൾ 2 മടക്കിന് ഈ നൂലിടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ എളുപ്പമായിരുന്നു. പണി പെട്ടെന്ന് കഴിഞ്ഞ് കിട്ടിയേനെ. ഞാനിത് 1 മടക്കിന് കിടക്കുന്നുണ്ടോ കേട്ടോ. അടുത്ത ഞാൻ ചെയ്യുമ്പോൾ 2 മടക്കിടാം. അപ്പം നമുക്ക് കാര്യങ്ങൾ ഒന്നുകൂടെ തീരുമാനമാവും. ഒരു ഫ്ലവർ ഫിനിഷ് ആയിട്ടുണ്ട്. കാണാൻ എന്നാ ഭംഗിയാ, നോക്കിക്കേ. നല്ലൊരു റോസ് ഫ്ലവർ പോലെ നിങ്ങൾക്ക് തോന്നില്ലേ, പ്രിട്ടി ആയിട്ടില്ലേ. അപ്പോൾ എന്തായാലും ഇത് ഒരു ഫ്ലവറിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഈ ബാക്കി ഫ്ലവറൂടെ ഞാൻ ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫ്ലവറും ചെയ്തു. ഇത്രയും ചെയ്ത് തീർന്നതിന് ശേഷം നമ്മൾ സൂചി താഴോട്ട് ഇറക്കി കൊടുത്ത് ഇതിനെ സെക്യൂർ ചെയ്ത് ഒരു നോട്ട് ഉണ്ടാക്കി അതിനെ സെക്യൂർ ചെയ്യാം നമ്മൾ ചെയ്ത കാര്യങ്ങൾ. ഓക്കെ, ഇവരെ കാണാൻ നല്ല ഭംഗിയില്ല. ഇത് നിങ്ങൾക്ക് നെക്ക് ലൈനറൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെയ്ത് വരുമ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഓരോ ലീഫ് കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതൽ ഭംഗിയായിരിക്കും. ഇപ്പോഴും നമുക്കിതിനെ ആദ്യം നമുക്ക് ലീഫ് ചെയ്ത് കൊടുക്കാം. ലീഫ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ എപ്പോഴും ചെയ്യുന്ന അതേ പണി തന്നെയാണ് ഇവിടെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഡെയ്സി ഇവിടെ ഞാൻ വൂളാണ് ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ ഈ കറക്റ്റ് പച്ച കളർ ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ ഈ വൂൾ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് സാധാരണ
എംബ്രോയ്ഡറി നൂല് തന്നെ ഇവിടെ ഉപയോഗിക്കാം. ഞാനിപ്പം എൻ്റെ കയ്യിലിരുന്നങ്ങ് ജസ്റ്റ് ഉപയോഗിക്കുന്നു എന്ന് മാത്രം. കണ്ടല്ലോ, ഈ ലീഫ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം അറിയാമെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാം മിടുക്കരല്ലേ. നല്ല ഗ്രീൻ ആയതല്ലേ, കാണാൻ നല്ല ഭംഗി തോന്നില്ലേ. ഞാനിവിടുത്തെ ഒരു 3 ലീഫ് ഇരിക്കട്ടെ. എന്തായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, ഇരിക്കട്ടെ അല്ലേ. 3 ലീഫ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക. 1 ലീഫോ 2 ലീഫേലും ഇല്ലെങ്കിൽ ഒരു രസമില്ല. 3 ലീഫ് കേട്ടോ. ഐഡിയ ആയിട്ട് മാത്രം ഇതിനെയൊക്കെ നിങ്ങൾ കരുതിയാൽ മതി. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിലേക്ക് ഇതിനെയൊക്കെ ചെയ്ത് മാറ്റാം കേട്ടോ. ഇഷ്ടമുള്ള പോലെ മാറ്റാം. അപ്പം ഞാനിനി ചെയ്യാൻ പോകുന്നത് ഇങ്ങോട്ട് ലീഫ് വെച്ചു, അതുപോലെ തിരിച്ചങ്ങോട്ട് ലീഫ് വെച്ചു, അങ്ങനെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായാലും ലീഫ് ഉണ്ടാക്കുന്ന മോഡൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഞാൻ ബാക്കി ലീഫുകളൂടെ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങളെ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ഒരു മോഡൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഈ ലീഫ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ഫ്രഞ്ച് നോട്ടൊക്കെ കൊടുത്ത് ഇതിനെ നന്നായിട്ട് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് നെക്ക് ലൈൻ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അല്ലാതെ എന്ത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? വളരെ എളുപ്പമായിട്ട് തോന്നില്ലേ? ഇനിയിപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇനിയിപ്പം ഈ പിങ്ക് കളർ ഞാൻ വെച്ചതിന് വരെ നിങ്ങൾക്ക് ബീഡ്സ് വെക്കണമെങ്കിൽ അവിടെ ഒരു ബീഡ്സ് വെച്ച് കൊടുത്താലും ഭയങ്കര രസമായിരിക്കും. അപ്പോൾ അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വിട്ടു തരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലുള്ള നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു. ബൈ.